Hi friends, welcome you all to yet another video from our YouTube channel Karsha Cafe Studio. അപ്പോൾ ഇന്ന് നമ്മൾ വീക്കെൻഡ് സ്പെഷ്യലായിട്ട് നടത്തിയ ഒരു കുട്ടി ട്രിപ്പിൻ്റെ വീഡിയോസാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് സായിക്കുട്ടൻ്റെ ഇൻട്രൊഡക്ഷനിൽ കൂടെ ആയിക്കോട്ടെ. For what? Snakes, no? Won't bite you. Don't be scared. Okay. They won't bite you. They're actually cute. They're You actually can pet them. Whenever you want to go there, you can go there. okay. But when you see this video, you should go there. You promise? And you should give us a like. And subscribe Okay. to this video. Bye bye. അപ്പോൾ എന്തായാലും നമ്മുടെ സായിക്കുട്ടി പറഞ്ഞ പോലെ നമുക്ക് നമ്മുടെ യാത്ര അങ്ങ് സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ നമ്മളൊരു 9 o'clock കഴിഞ്ഞ് ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും നേരെ നമ്മുടെ ഫസ്റ്റ് പരിപാടി എന്ന് വെച്ചാൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. നമ്മളിവിടെ കോട്ടൻ്റെ അവിടെ അടുത്തായിട്ട് ഇവിടെ ഒരു കരിപ്പട്ടിക്കടയുണ്ട്. ഭയങ്കര ഫേമസ് ആണ് കേട്ടോ. അവിടെ മിക്ക അവിടുത്തെ സ്വീറ്റ്സ് ഒക്കെ ഉണ്ടാക്കുന്നത് മെയിനായിട്ടും കരിപ്പട്ടി വെച്ചിട്ടാണ്. അവിടെ കുറേ നാളുകൊണ്ട് ഞാൻ പോകണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അതിൻ്റെ മറ്റൊരു ബ്രാഞ്ചിൽ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു, പോരൂർ സൈഡിൽ. പക്ഷേ ഇവിടെ നമ്മൾ ഫസ്റ്റ് ടൈമാണ് പോകുന്നത്. അപ്പോൾ അവിടെ പോയി ഫസ്റ്റ് തന്നെ അങ്ങോട്ട് ചെന്ന് കയറുമ്പോൾ തന്നെ നല്ല സൂപ്പർ സ്ട്രോങ് ആയിട്ടുള്ള കോഫിയുടെ സ്മെല്ല് വരും കേട്ടോ. അങ്ങനെ ഫസ്റ്റ് തന്നെ ഞാൻ പോയി കോഫി മേടിച്ചു. ആദ്യം പറഞ്ഞു ശരത്തിന് വേണ്ടാന്നാണ് പറഞ്ഞത്, പക്ഷേ അത് ട്രൈ ചെയ്തപ്പോഴത്തേക്കും അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അങ്ങനെ ശരത്തും വീണ്ടും ഒരു കോഫി കൂടെ മേടിച്ച് കുടിച്ചു. ഇവിടെ മെയിനായിട്ടുള്ള ഡിഫറൻസ് എനിക്ക് തോന്നിയത് അരിക്ക് പകരം അവർ മില്ലറ്റ്സ് ആണ് യൂസ് ചെയ്യണതെന്ന് തോന്നുന്നു. പിന്നെ അവിടുത്തെ റൈസ് യൂസ് ചെയ്യുന്നതും അവർ റെഡ് റൈസ് ആണ് യൂസ് ചെയ്യണതെന്ന് തോന്നി. ഈ ദോശയൊക്കെ വന്നിട്ട് വേറൊരു കളറാണ്. ഇറ്റ്സ് നോട്ട് റിയൽ ആ ഒരു വൈറ്റ് കളർ ദോശയല്ല. ടേസ്റ്റ് വൈസ് ഒരു വ്യത്യാസവും ഇല്ല. നമ്മുടെ സാധാരണ പൊടിദോശ അല്ലെങ്കിൽ നമ്മുടെ മസാല ദോശയുടെ അതേ ടേസ്റ്റാണ്. സാമ്പാർക്ക് നമുക്ക് കഴിക്കുമ്പോഴത്തേക്ക് എന്താണെന്നറിയാമോ, നമ്മുടെ ഹോൾ മല്ലിയില്ലേ, മല്ലി നന്നായിട്ട് പൊടിച്ച് വറുത്തുണ്ടാക്കുന്ന അതേ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് വീണ്ടും നമ്മുടെ യാത്ര തുടങ്ങുകയാണ്. ഇതുവരെ നമ്മൾ ശരിക്കും പറഞ്ഞിട്ടില്ല അല്ലേ എവിടെയാണ് പോകാൻ പോണേന്ന്. ഇന്ന് നമ്മൾ OMR VGP സെൻറ്ററിൻ്റെയൊക്കെ, അതായത് യൂണിവേഴ്സൽ കിങ്ഡം, അതിൻ്റെയൊക്കെ അടുത്തായിട്ട് വരുന്ന ഒരു എക്സോട്ടിക് പെറ്റ്സ് വളർത്തുന്ന അല്ലെങ്കിൽ പെറ്റ്സിനെ വാങ്ങാൻ ഇഷ്ടമുള്ളവർക്ക് അവിടെ പോവാം, പെറ്റ്സുമായിട്ട് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് പോവാം. അങ്ങനത്തെ ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത്. അങ്ങനെ എന്തായാലും നമ്മൾ കുറേ ദൂരം ഇങ്ങനെ ട്രാവൽ ചെയ്ത് അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ സാരെങ്കിലും ഒരുപാട് ദൂരത്തേക്കൊക്കെ നമ്മൾ പോവുകയാണെങ്കിൽ ഒരു മാക്സിമം ഒരു 1/2 hour 45 minutes ഒക്കെയാണ് സാരംഗിൻ്റെ ഒരു എന്താ പറയുക പേഷ്യൻസ് ഉണ്ടാവും. അതേതാണ് ആ ഏരിയ കേട്ടോ. OMR പോയിട്ടുള്ളവർക്ക് അറിയാം. VGP പിന്നെ മറൈൻ കിങ്ഡം ഇതെല്ലാം അടുത്തടുത്താണ്. അപ്പോൾ നമ്മളിതേ ജംഗ്ലി പെറ്റിംഗ് സൂവിലേക്കാണ് വന്നേക്കുന്നത്. അവിടെ ചെന്നിട്ട് ഫസ്റ്റ് തിങ് നമ്മൾ ടിക്കറ്റ് എടുക്കണം. നമുക്ക് അവിടെ ഫാം ആനിമൽസിനെ മാത്രം കാണുകയാണെങ്കിൽ ജസ്റ്റ് 600 rupees per head. കുട്ടികൾക്ക് കുറവ് അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. സാരെങ്കിലും സെയിം റേറ്റ് തന്നെയായിരുന്നു. പക്ഷെ നമ്മൾ വന്നിട്ട് ഈ റെപ്റ്റൈൽസിനെയും കൂടെ കാണുന്ന രീതിയിലുള്ള ഒരു ടിക്കറ്റാണ് എടുത്തത്. അതിന് വന്നിട്ട് പെർ ഹെഡ് 1000 rupees ആയിരുന്നു. ഫസ്റ്റ് തന്നെ നമ്മളിങ്ങനെ ഒരു കവറ് നമ്മുടെ കാലിലേക്ക് ഇട്ടിട്ട് വേണം അതിനകത്തേക്ക് എൻട്രി ചെയ്യാനായിട്ട്. എൻട്രി ചെയ്തിട്ട് ഈ സൈഡിൽ ഇങ്ങനെ കാണിച്ചേക്കുന്ന നമ്മുടെ ഐറ്റംസിനെ എല്ലാം നമുക്ക് വീഡിയോ എടുക്കാം, ഷോർട്ട് വീഡിയോസ് ആയിട്ട് എടുക്കാമെന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ റാബിറ്റ്സിനെയാണ് കേട്ടോ കണ്ടത്. ഭയങ്കര ക്യൂട്ടായിരുന്നു. അപ്പോൾ നമ്മൾ ജംഗ്ലിയിലേക്ക് കയറി ചെന്നതും നമ്മൾ ഫസ്റ്റ് കണ്ടത് ഒരു സെലിബ്രിറ്റിനെ ആയിരുന്നു കേട്ടോ. അത് ഞാൻ പറയാൻ മറന്നുപോയി. നമ്മുടെ ജേക്കബിൻ്റെ സ്വർഗരാജ്യം എന്ന മൂവിയിൽ വില്ലനില്ലേ, അദ്ദേഹത്തിൻ്റെ ഫാമിലി ഇങ്ങനെ നമ്മൾ അങ്ങോട്ടേക്ക് കയറിയതും പുള്ളിയും വൈഫും കുട്ടിയും കൂടെ ഇറങ്ങി വന്നതും ഒരുമിച്ചായിരുന്നു. എനിക്ക് കണ്ടപ്പോൾ ഭയങ്കര പരിചയം തോന്നി. ആരാന്ന് ഇങ്ങനെ ആലോചിച്ചിരുന്നപ്പോഴാണ് അവസാനം ഞാൻ ഇങ്ങനെ ചോദിച്ചു ആക്ടർ അല്ലേ എന്ന് ചോദിച്ചപ്പോഴാണ് പുള്ളി ഇങ്ങനെ യെസ് എന്ന് പറഞ്ഞത്. അപ്പോൾ അശ്വിനും ഫാമിലിയും അവരൊരു 3-4 റാബിറ്റ്സിനെ മേടിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു. നല്ല രസമാണ് കേട്ടോ. വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് അവരിവരെ സൂക്ഷിക്കുന്നത്. അങ്ങനെ സ്മെല്ലോ അങ്ങനെയൊന്നുമില്ല. ആകെ വരുന്നതെന്ന് വെച്ചാൽ ചെറിയ രീതിയിൽ നമ്മുടെ ഈ ആട്ടിൻ്റെ ഒരു സ്മെല്ല് വരുമല്ലോ, അതുണ്ട് ചെറുതായിട്ട്. അതും ഭയങ്കര മോശമായിട്ടൊന്നുമല്ല. എല്ലാം വളരെ ക്ലീൻ ആയിട്ടാണ് അവർ വെച്ചേക്കുന്നത്. നമ്മുടെ കയ്യിലൊക്കെ തരും കേട്ടോ. അങ്ങനെ ഞാൻ ഒരാളെ എടുത്തിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് നേരെ ഇങ്ങോട്ട് പോകുമ്പോൾ ഹെഡ്ജ് ഹോഗ് എന്നാണ് ഇദ്ദേഹത്തിന് പറയുന്നതെന്ന് എൻ്റെ ഒരു അറിവ്. ഞാൻ വിചാരിച്ചില്ല എനിക്ക് ഇത്ര എൻജോയ് ചെയ്യാൻ പറ്റുമെന്ന് കേട്ടോ. എന്ത് രസമാണെന്നറിയാം. ഇതിനെ ഓരോന്നിനെയും കാണാൻ ഭയങ്കര ക്യൂട്ടായിട്ടുണ്ട്. എനിക്ക് ടച്ച് ചെയ്യാനൊക്കെ കുറച്ച് പേടിയുണ്ടായിരുന്നു. പുള്ളിക്കാരന് കുറച്ചിങ്ങനെ മുള്ളുമുള്ളായിട്ട് ഇരിപ്പുണ്ട് ദേഹത്ത്.
അപ്പോൾ പിടിക്കാൻ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ശരത്ത് നന്നായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ. കണ്ട ആൾ ഭയങ്കര ക്യൂട്ടാണ് കാണാനായിട്ട്. മുകളിലിങ്ങനെ നമ്മൾ പിടിച്ചാൽ ഏതാണ്ട് ഈ മുള്ളംപന്നിയുടെ ഒരു മിനിയേച്ചർ ഫോമായിട്ടാണ് എനിക്ക് തോന്നിയത് കേട്ടോ. പക്ഷേ ഭയങ്കര ക്യൂട്ടായിട്ടുണ്ടായിരുന്നു കാണാൻ, കണ്ണൊക്കെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കണ്ണൊക്കെ ആയിട്ട്. ആ സമയത്തേക്ക് എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹം ഒരു റാബിറ്റിനെ പിടിക്കണമെന്ന്. അങ്ങനെ എനിക്ക് ഒരു റാബിറ്റിനെ എടുത്ത് കൈ തന്നു. ആൾ ഭയങ്കര പാവമായിട്ട് എൻ്റെ കൈ ഇരുന്നു കേട്ടോ. ഒരു രീതിയിൽ എനിക്ക് ഏറ്റവും പേടിയെന്ന് വെച്ചാൽ ഇവർ കൈ കിടന്ന് ഇങ്ങനെ വരവൊക്കെ ചെയ്താൽ എനിക്ക് ഭയങ്കര പേടിയാണ്. പിന്നെ ഇത് വന്നിട്ട് ഗിനി പിഗ്സ് ആണെന്നാണ് എൻ്റെ വിശ്വാസം. ഗിനി പിഗ് ആണെന്ന് തോന്നുന്നു. യെസ്, അങ്ങനെ ഗിനി പിഗിനെ കണ്ടു. ഇവിടെയൊക്കെ നമുക്ക് ഫോട്ടോസ് എടുക്കാം കേട്ടോ. ആകെ എടുക്കാൻ പാടില്ലാത്തതെന്ന് വെച്ചാൽ അവർ ഈ സൈഡിലായിട്ട് ഗ്ലാസ്സിൽ വേറെ കുറച്ച് എക്സോട്ടിക് ആയിട്ടുള്ളൊരു ഐറ്റംസ് വെച്ചിട്ടുണ്ട്. റഷ്യൻ ഗിനി പിഗോ സംതിങ്, ഭയങ്കര ചെറുതാണത്. നമ്മുടെ ഒരു കുഞ്ഞ് വിരലിൻ്റെ അത്രേ ഉള്ളൂ, കുഞ്ഞിത്. അപ്പോൾ അതിൻ്റെ ഒന്നും വീഡിയോസ് എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. ഇത് ഗിനി പിഗിൻ്റെ തന്നെ ബേബീസാണ് കേട്ടോ. തൊട്ടപ്പുറത്തേൽ അവരിങ്ങനെ പതിയെ ഇരുന്ന് തരും. നമുക്ക് എത്ര നേരം വേണമെങ്കിലും അവരെ ഇതുപോലെ ഇങ്ങനെ തലോടി ഇരിക്കാം. അവർ കയ്യിൽ വരും. ഭയങ്കര ഫ്രണ്ട്ലിയാണ് എല്ലാ പെറ്റ്സും തന്നെ. ഒരുപാട് ബഹളോ മേളോ ഒന്നും തന്നെ ഇല്ല കേട്ടോ. ഇപ്പം ഞാൻ ഇതിൻ്റെ വോയിസ് ഓവർ മാറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ എൻ്റെ പൊന്നോ ഭയങ്കരമായിട്ടുള്ള ബഹളം കേൾക്കാം. സംഭവം വേറൊന്നുമല്ല, അതേതായിരുന്നു, പാരറ്റ്സ് അല്ലായിരുന്നു, വേറെ ഒരു ബേർഡ് ഉണ്ടല്ലോ, ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം കേട്ടോ. ആ ബേർഡ്സ് ഇതേ രണ്ടെണ്ണം കണ്ടോ സൈഡിൽ നിൽക്കുന്ന സൈഡ് റൈറ്റ് സൈഡിലായിട്ട്. ഇവരവിടെ കിടന്ന് വിശക്കുന്നേ എന്നുള്ള രീതിയിലാണ് അത് വിളിച്ചു കൂവിയതെന്നാണ് അവിടെ നിന്ന ഗൈഡ് നമ്മളോട് പറഞ്ഞത്. ഭയങ്കര ഒച്ചയിട്ട് അവരിങ്ങനെ ബഹളം വെച്ചുകൊണ്ടേ ഇരിക്കുമായിരുന്നു. അപ്പോൾ ഇതേ സായ്ക്കുട്ടി നമുക്ക് അവിടെ ചെന്ന് കഴിയുമ്പോൾ അവരിങ്ങനെ കുക്കുമ്പറിൻ്റെ പീസൊക്കെ തരും കേട്ടോ. നമുക്കവരെ ഫീഡ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ സാരംഗും ഡാഡിയും കൂടെ ഗിനി പിഗുകൾക്ക് ഫീഡ് ചെയ്യാനുള്ള ശ്രമത്തിലായിരുന്നു. ആൻഡ് ദിസ് ഈസ് ദ പ്ലേസ് വെയർ ഐ എൻജോയ് thoroughly. നിറയെ പാരറ്റ്സ് ഉള്ള ഒരു റൂമാണേ. അവിടെ നമ്മൾ ചെന്ന് കയറി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ കയ്യിലേക്ക് അവർ ഇതിൻ്റെ ഫീഡ് തരും. ഇതിൻ്റെ ഫീഡ് അങ്ങോട്ട് തരുന്നതും ഇവരിങ്ങനെ പറന്ന് വന്ന് നമ്മുടെ കയ്യിൽ കയറിയിരുന്ന് അവർ ഫീഡ് കഴിക്കും കേട്ടോ. എന്തൊരു രസമുള്ളൊരു പരിപാടിയെന്നറിയാവോ. എനിക്ക് ആദ്യം ഒരു ചെറിയ പേടി ഉണ്ടായിരുന്നു, ഇവർ കൊത്തോ എന്നൊക്കെ ഒരു പേടി ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങനെയൊന്നും അല്ല, നല്ല രസമാണ് കാണാനായിട്ട്. എനിക്കൊന്നാമത് പക്ഷികളിൽ ഏറ്റവും ഇഷ്ടമുള്ളതാണ് ഈ പാരറ്റ്സ്, അല്ലെങ്കിൽ ആ ഒരു ഇനത്തിൽപ്പെട്ട എല്ലാ ഐറ്റത്തിനും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇതുവരെ അടുത്ത് നമ്മൾ സൂവിലൊക്കെ പോകുമ്പോഴത്തേക്കും ആ കൂട്ടിനകത്ത് കാണത്തല്ലേ ഉള്ളൂ. അല്ലാണ്ട് ഇതെൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. കയ്യിലിങ്ങനെ കുത്തി അവർ കഴിക്കും. നല്ല രസമാണ്. ആദ്യം രണ്ടുപേര് വരും, പിന്നെ നോക്കുമ്പോൾ നമ്മുടെ തോളിൽ വന്നിരിക്കും, ചെവിയുടെ അറ്റത്ത് വന്നിങ്ങനെ കൂവും. ഭയങ്കര രസമായിരുന്നു. ദേ എൻ്റെ തോളിൽ വന്ന ഒരാൾ ഇരിപ്പുണ്ട് കേട്ടോ. ഇപ്പോൾ ആൾ കുറേ നേരം അങ്ങനെ ഇരുന്നു. ദേ ഇപ്പോൾ കയ്യിൽ 3 പേരായി, ശരത്തിൻ്റെ കയ്യിൽ 2 പേരുണ്ട്. പക്ഷെ നമ്മുടെ സായിക്കുട്ടിക്ക് ഇത്തരം പരിപാടികളിലൊന്നും വലിയ താല്പര്യമില്ലായിരുന്നു. ആദ്യം തന്നെ അവർ കൊടുത്തത് സായിയുടെ കയ്യിലേക്കായിരുന്നു. പക്ഷെ അവന് ബേർഡ്സ് ഇങ്ങനെ അടുത്തോട്ട് വരുന്നതൊന്നും വേണ്ട, പുള്ളിക്ക് ജസ്റ്റ് ഒന്ന് കണ്ടാൽ മതി. അല്ലാതെ ഒരുപാട് അങ്ങനെ അടുത്ത് പോയി പെരുമാറാനൊന്നും വലിയ താല്പര്യമില്ലായിരുന്നു. ഇദ്ദേഹം കുറേ നേരം എൻ്റെ കയ്യിരുന്നു കേട്ടോ. നല്ല രസമായിരുന്നു. നോക്കി, പിന്നെ നമ്മുടെ കാതിൻ്റെ അടുത്ത് വന്നിരുന്ന് കിയോ സൗണ്ട് ഉണ്ടാക്കും. അങ്ങനെയൊക്കെ അടിപൊളിയായിരുന്നു. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ സാരംഗിന് ഒരുവിധം ബോറടിച്ചു. അപ്പോൾ തന്നെ അവൻ പറയുന്നുണ്ടായിരുന്നു വേണ്ട മതി നമുക്ക് തിരിച്ചു പോകാമെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ നല്ല കുറേ സമയം നമ്മൾ ഈ പാരറ്റ്സിൻ്റെ കൂടെ ചിലവഴിച്ചു കേട്ടോ. ഞാൻ ഇന്ന് പോയത് ശരത്തിനും സാരംഗിനും വേണ്ടി മാത്രം. ഓക്കെ, അവർക്ക് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യണം. സോ ഐ വിൽ ഓൾസോ ജസ്റ്റ് ഒരു കമ്പനി പോലെ അവരുടെ കൂടെ പോവാം. അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും ഈ ബേർഡ്സിനെയൊക്കെ അടുത്ത് കാണുമ്പോഴത്തേക്കും എനിക്ക് കാണാം. അല്ലാണ്ട് ഇവരുമായിട്ട് ഇതുപോലെ എൻ്റെ തോളിലൊക്കെ കയറിയിരിക്കുമ്പോൾ ഞാൻ ഇത്രയും ഫ്രീക്ക് ഔട്ട് ആവാണ്ട് നിൽക്കുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഇത് കണ്ടോ, ഇദ്ദേഹം നമ്മുടെ ശരത്തുമായിട്ട് ഭയങ്കരമായിട്ട് കൂട്ടായിട്ടോ. ശരത്തിൻ്റെ ഷോൾഡറിൽ തന്നെ വന്നിരിക്കുകയായിരുന്നു. വീണ്ടും വന്നിരുന്നുകൊണ്ടേയിരുന്നു പുള്ളി. ഇവരൊക്കെ കുറച്ച് ജാടക്കാരാണ്. ഇവരാരും വന്നിട്ടില്ല കേട്ടോ. അവർ കുറച്ച് ഹെഡ് വൈറ്റിൽ അവിടെ തന്നെ അങ്ങ് ഇരിപ്പുണ്ടായിരുന്നു. നമ്മുടെ കയ്യിലേക്കൊന്നും വന്നില്ല. ബാക്കിയുള്ളവരൊക്കെ ഭയങ്കര ഹാപ്പി ആയിട്ട് നമ്മളുമായിട്ട് ചിലവഴിച്ചു കേട്ടോ. നമുക്ക് 40 മിനിറ്റ്സ് എന്തോ ആണ്. നമ്മുടെ കൂടെ തന്നെ ഗൈഡ് കാണും. അപ്പോൾ അവർ നമുക്ക് പറഞ്ഞു തരും ഓരോ ബേർഡ്സിൻ്റെ അല്ലെങ്കിൽ അവിടെയുള്ള ഓരോ പെറ്റ്സിൻ്റെയും ഡീറ്റെയിൽസ്, അതിൻ്റെ നെയിം എങ്ങനെയാണ്, അവരുടെ ക്യാരക്ടർ എങ്ങനെയാണ്, അവരെന്തൊക്കെയാണ് ചെയ്യണേന്നൊക്കെ പറയും. അങ്ങനെ കുറേ പാരറ്റ്സിൻ്റെ അടുത്ത് നിന്ന് നമ്മൾ നെക്സ്റ്റ് വന്നത് നമ്മുടെ മക്കാവിൻ്റെ അടുത്തേക്കാണ് കേട്ടോ. ഇതാണ് റാൻഡി ആൻഡ് ബ്രാഡോ. ഇവർ 2 പേരുമായിരുന്നു നേരത്തെ കറന്ന് ഭയങ്കരമായിട്ട് ബഹളം ഉണ്ടാക്കിക്കൊണ്ടേ ഇരുന്നത്. സംഭവം അവർ അത്യാവശ്യം നല്ല ഫ്രണ്ട്ലി ആണ്. അവർ എന്താ പറയുക പറന്നു പോവുക അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഞങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ തുറന്നു കിടക്കല്ലേ അപ്പോൾ പറക്കുമെന്നൊക്കെ ചോദിച്ചപ്പോൾ ഇല്ല, അവരവിടെ തന്നെ ആയിരിക്കും. നല്ല അനുസരണയുള്ള കുട്ടികളാണ്. ഒള്ളി തിങ് പുള്ളിക്കാർക്ക് വിശന്ന് കഴിഞ്ഞാൽ അവിടെ ഫുൾ ഭയങ്കര ബഹളമാണ്. പിന്നെ അവരിങ്ങനെ നമ്മുടെ കൂടെ വന്ന ഗൈഡ് പറയുന്നുണ്ടായിരുന്നു ഡാൻസ് കളിക്കും. പിന്നെ നമ്മൾ സ്ഥിരം പറയുന്ന കാര്യങ്ങൾ, ഇപ്പം ഹായ് ഹലോ എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ
അവരിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറയും. നമ്മൾ ഹായ് പറയുകയാണെങ്കിൽ അവർ ഹായ് പറയും, ഹലോ പറഞ്ഞാൽ ഹലോ പറയും. അപ്പോൾ ഒരു ഡാൻസ് ഒന്നും കളിക്കില്ല, അവർ നല്ല വിശപ്പൊക്കെ അടക്കി അങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് നല്ല കുട്ടികളായിട്ട് ഇരിക്കുകയായിരുന്നു. വേണമെങ്കിൽ കുറച്ച് ഫോട്ടോസ് എടുത്തോ എന്ന ഒരു മൈൻഡിൽ അവർ നന്നായിട്ട് നമുക്ക് ഫോട്ടോസൊക്കെ വേണ്ടിയിട്ട് പോസ് ചെയ്ത് തന്നു. അല്ലാണ്ട് നമ്മൾ വേറെ രീതിയിൽ അവർ അത്ര ആക്റ്റീവ് അല്ലായിരുന്നു. പക്ഷെ നല്ല രസമായിട്ടോ കാണാനായിട്ട്, നിറയെ കളേഴ്സൊക്കെ ആയിട്ട്. അപ്പോൾ നെക്സ്റ്റ് സ്ഥലത്ത് നമ്മൾ ഫസ്റ്റ് തന്നെ കാണുന്ന ഒരു വലിയ ആമയാണ് കേട്ടോ. അതിൻ്റെ പേരൊന്നും എൻ്റെ അടുത്ത് ചോദിച്ചാൽ എനിക്കറിയില്ല. ആമ അത്രേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അതിൻ്റെ ഒരു ഏതൊക്കെയോ സ്പെഷ്യൽ നെയിമൊക്കെ പറയുമല്ലോ. അപ്പം ഒരു സൈഡിലായിട്ട് ഒരു വലിയ ആമ കിടപ്പുണ്ട്. പിന്നെ കുറേ കോഴികളുണ്ട്, പിന്നെ താറാവുണ്ട്, പിന്നെ ഈ ആടുകളും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതേ ആടൊക്കെ നല്ല വെളുത്ത ആടുകളാണ് കേട്ടോ. നല്ല രസമായിരുന്നു കാണാനായിട്ട്. അതും ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആണ് അവർ ഓരോരുത്തരും കേട്ടോ. ഒട്ടും ആ ഒരു ദേഹത്തൊരു അഴുക്കോ അങ്ങനെ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ഇവരെ ക്ലീൻ ചെയ്യുന്നത്, കുളിക്കുന്നത്. അപ്പോൾ അവർ പറയുന്നത് അത് സെൽഫായിട്ട് തന്നെ നക്കി, നമ്മൾ പൂച്ചകളുടെ കാര്യം പറഞ്ഞ പോലെ അതുപോലെ തന്നെ ആണെന്നാണ് അവർ പറഞ്ഞത്. പിന്നെ താഴെ ഇതുപോലെ നമ്മുടെ ഇതിട്ടിട്ടുണ്ട്, കച്ചിലിട്ടിട്ടുണ്ട്. അത് ഒരു സമയം കഴിയുമ്പോഴത്തേക്ക് അവരതങ്ങനെ അവിടെ ക്ലീൻ ചെയ്തിട്ട് പുതിയ കച്ചിൽ അവിടെ ഇടുകയാണ് ചെയ്യണേന്നാണ് പറഞ്ഞു കേട്ടോ. അപ്പോൾ അതേ കണ്ടോ, നല്ല 3 പേരിങ്ങനെ പോകുന്നത്, കുണുങ്ങി താറാവ് പോകുന്നുണ്ട്. മേളിലിരുന്ന് ഒരു പൂവൻകോഴി വിളിയായിരുന്നു കേട്ടോ. അങ്ങനെ അവരുടെ അടുത്ത് നേരെ നമ്മൾ പോയതാണ് ഈ പേർഷ്യൻ ക്യാറ്റ്സിൻ്റെ അടുത്തേക്ക്. ഇവർ കാഴ്ചയിൽ കുറച്ച് ഗൗരവക്കാരായിട്ട് തോന്നും, അങ്ങനെ വലിയ ഫ്രണ്ട്ലി അല്ല എന്നൊക്കെ തോന്നും, പക്ഷേ പാവമാണ് കേട്ടോ. അപ്പോൾ അവർ പറയുന്നുണ്ടായിരുന്നു ഒന്നും ചെയ്യില്ല, വെറും മടിയന്മാരാണ്. ഇവരുടെ കുഞ്ഞുങ്ങളില്ലേ കിറ്റൻസ് ആണെങ്കിൽ അവർ കുറച്ചുകൂടെ നല്ല കളിയാണെന്ന് പറഞ്ഞു. പക്ഷേ ഇവർ വളരെ ഇവരെന്ത് ചെയ്യും, ഭയങ്കര മടിയന്മാരായിരിക്കും. എവിടെയെങ്കിലും പോയി ഒരൊറ്റ ഇരിപ്പായിരിക്കുക, പ്രത്യേകിച്ച് വേറെ ഒരു പണിയും ചെയ്യില്ല എന്ന് പറഞ്ഞു. പിന്നെ ഇതിൻ്റെ റേറ്റ് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇതിന് പേർഷ്യൻ ക്യാറ്റ്സിന് വന്നിട്ട് അവിടുന്ന് 15,000 തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നന്നായിട്ട് അതിൻ്റെ രോമം കൊഴിയുന്നുണ്ടായിരുന്നു കേട്ടോ. നിറയെ നന്നായിട്ട് രോമം കൊഴിയുന്ന ടൈപ്പാണ്. അതിന് എങ്ങനെയാണ് അവരെ നോക്കേണ്ടത് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്കിവിടെ നിന്ന് അവർ പറഞ്ഞു തരും. നമ്മൾ വാങ്ങിക്കുകയാണെങ്കിൽ അതുപോലെ അതിനാവശ്യമായിട്ടുള്ള അതിൻ്റെ കൂട്, പിന്നെ അതിൻ്റെ ആഹാരം കൊടുക്കുന്നത്, എന്ത് തരത്തിലുള്ള ആഹാരമാണ് അതിന് കൊടുക്കേണ്ടത്, അങ്ങനെ നമ്മൾ ഇവിടുന്ന് പെറ്റിനെ മേടിക്കുകയാണെങ്കിൽ അവർ ഫുൾ ഗൈഡൻസ് അവർ പറഞ്ഞു തരും, ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ളത് പറഞ്ഞു തരും കേട്ടോ. അങ്ങനെ ആദ്യം തന്നെ ശരത്തിൻ്റെ കയ്യിൽ ഒരാൾ പോയി ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അവർ മെയിനായിട്ടും പറഞ്ഞത് അവർ കംഫർട്ടബിൾ ആണെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അവർക്ക് വലിയ പ്രശ്നം കാണില്ല. അപ്പോൾ ശരത്തിൻ്റെ കയ്യിൽ അത്യാവശ്യം കുറേ നേരം ഇയാൾ ഇരിപ്പുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന കണ്ടപ്പോൾ എനിക്കൊരാഗ്രഹം, ഓക്കെ എൻ്റെ കയ്യിലും കൂടി ഇരുന്നാൽ കൊള്ളാമെന്ന് തോന്നി. അങ്ങനെ ഞാൻ അവരുടെ ഇങ്ങനെ ചോദിച്ചു എൻ്റെ കയ്യിലെടുത്ത് തരുമെന്ന്. അപ്പോൾ ദേ എൻ്റെ മുഖം കണ്ടോ, ഇങ്ങനെയാണ്. എനിക്ക് പേടിയാണ്. ഫസ്റ്റ് ഇമോഷൻ എന്ന് പറയുന്നത് എനിക്ക് പേടി തന്നെയാണ് എനിക്ക് ഈ പെറ്റ്സിനെ. കാരണം എനിക്കറിയില്ല, കണ്ടോ അവർ പറഞ്ഞ പോലെയാണ്. അവർക്ക് ഈ പെറ്റ്സിനും അറിയാം, ആ പൂച്ചയ്ക്കും മനസ്സിലായി എനിക്ക് പ്രത്യേകിച്ച് പൂച്ചകളെ എടുക്കാനോ പിടിക്കാനോ ഒന്നും അറിയില്ലായിരുന്നു. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു എങ്ങനെയാണ് എടുക്കേണ്ടത്. സത്യമാണ് എനിക്ക് പിടിക്കാൻ അറിയില്ലായിരുന്നു. പിന്നെ അവർ പറഞ്ഞു നോക്കി കഴുത്തിൻ്റെ താഴെ കൂടി ഇങ്ങനെ പിടിച്ചേക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ കുറച്ച് നേരം കയ്യിലേക്ക് വെച്ചു. അപ്പോഴും സാറെങ്കിൽ ഇങ്ങനെ പിടിക്കുമ്പോഴൊക്കെ ഞാൻ പറയുന്നുണ്ട് എങ്ങാനും എനിക്ക് കടി കിട്ടുമോ എന്നുള്ളൊരു പേടിയിൽ തന്നെയാണ്. അങ്ങനെ ഫുൾ ആ ഒരു കോൺഫിഡൻസിലല്ല ഞാൻ ഇരിക്കുന്നത്. പെട്ടെന്ന് തന്നെ പുള്ളി വീണ്ടും ഇറങ്ങി അങ്ങ് പോയി. പിന്നെ നെക്സ്റ്റ് സായിയുടെ ഇതായിരുന്നു. സായിക്ക് കുറച്ച് നേരം എടുക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു. അവൻ മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു കുറച്ച് നേരം. അത്ര സമയമാണ് നമ്മൾ നമ്മുടെ ക്യാറ്റ്സിൻ്റെ കൂടെ ചിലവഴിച്ചത്. നമുക്ക് കറക്റ്റായിട്ട് ഡിവൈഡ് ചെയ്ത് തരും. ഈ ഒരു 40 മിനിറ്റ്സിൽ എത്ര സമയം നമുക്ക് എവിടെയൊക്കെ ചിലവഴിക്കുക എന്നുള്ളത് അവർക്കറിയാം. സോ ഓരോ വട്ടം ഓരോ സ്ഥലത്ത് നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ അവർ പറയും ഓക്കെ നമുക്ക് നെക്സ്റ്റ് സ്ഥലത്തേക്ക് പോകാമെന്ന് പറയും. അടുത്തതായിട്ട് പോയത് ഷിറ്റ്സൂനെ കാണാനാണ് കേട്ടോ. ഇവിടെ ഒരു മെയിലും ഫീമെയിലും ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ആദ്യം ഈ പുള്ളീനെ എടുത്ത് ഹരിയുടെ കയ്യിലേക്ക് കൊടുത്തു. ഹരി അഥവാ ശരത്തിൻ്റെ കയ്യിലേക്ക് കൊടുത്തപ്പോഴത്തേക്കും പുള്ളി മുന്നോട്ട് ഓടിപ്പാഞ്ഞു പോകാനുള്ളൊരു വ്യഗ്രതയായിരുന്നു പുള്ളിക്ക്. അപ്പോൾ ആ കുട്ടി പറഞ്ഞു ഇല്ല, അവൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കയ്യിൽ നിൽക്കാനായിട്ട്. അങ്ങനെ അവനെ എടുത്ത് കൊടുത്തിട്ട് അടുത്ത ആ ആശാട്ടീനെ ഇങ്ങ് എടുത്തു കേട്ടോ. അവളുടെ പേര് എന്തായിരുന്നു, അയ്യോ മിലി, യെസ് അത് മിലിയാണ് കേട്ടോ. മിലീനെ എടുത്ത് കൊടുത്തപ്പോൾ മിലി ഇങ്ങനെ പഞ്ചപാവാണ്. മിലി ഭയങ്കര ഒരു പട്ടിക്കുട്ടിയായിരുന്നു, ഷിറ്റ്സു ആയിരുന്നു. മിലീനെ എടുത്ത് ശരത്ത് ഇങ്ങനെ കയ്യിൽ വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും മിലി പതിയെ ശരത്തിൻ്റെ ലാപ്പിൽ ഇങ്ങനെ കിടന്നു. കണ്ടോ, ഇങ്ങനെ കിടന്നിട്ട് നന്നായിട്ട് ഇങ്ങനെ ശരത്ത് ഇങ്ങനെ എന്താ പറയുക ഇങ്ങനെ തടവി കൊടുത്തപ്പോഴത്തേക്കും ഷി വാസ് സോ ഹാപ്പി. അങ്ങനെ ശരത്തിൻ്റെ മടിയിൽ കുറേ നേരം അവൾ ഇരുന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴും ഞാനിങ്ങനെ ആലോചിക്കുകയാണ്, ഓരോന്നും ഫസ്റ്റ് ആദ്യം പെറ്റിനെ എടുക്കുന്നത് ശരത്തായിരിക്കും. എന്നിട്ട് എനിക്ക് ഓക്കെ എനിക്ക് എടുക്കാൻ പറ്റും എന്ന് എനിക്കൊരു കോൺഫിഡൻസ് വരുന്ന വരെ ഞാൻ അവിടെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കും.
അതിനുശേഷമാണ് ഇവളിങ്ങനെ ഇരിക്കുന്ന കണ്ടപ്പോൾ എനിക്കൊരു കുടി. ഓക്കെ, ഇങ്ങനെ പഞ്ചഭാവമായിട്ട് ഇരിക്കുകയാണെങ്കിൽ എനിക്കൊന്ന് എടുക്കണമെന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാനും ആ കർത്തവ്യം ചെയ്യാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ പതിയെ മിലിയെ ഞാൻ എൻ്റെ കയ്യിലേക്കൊന്ന് വാങ്ങിച്ചു. സംഭവം അവൾ ഫസ്റ്റ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് പേടി തന്നെയായിരുന്നു. അവരുടെ കാലിൽ നഖം വന്നിട്ട് അത്യാവശ്യം ഷാർപ്പാണ്. അപ്പോൾ ഇവർ പറയുന്നുണ്ടായിരുന്നു ഇതിൻ്റെ നഖം നമുക്ക് ഒരുപാട് കട്ട് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഈ നേരത്തെ കണ്ട പൂച്ചയുടെ ആണെങ്കിലും ഈ ഷിറ്റ്സു ഇനത്തിൽപ്പെട്ട പട്ടികളുടെ ആയാലും അവർക്ക് നെയിൽ ഒരു അളവ് വരെ മാത്രമേ കട്ട് ചെയ്യാൻ പറ്റൂ. അപ്പോൾ അത് അത്യാവശ്യം ഷാർപ്പുമാണ് കേട്ടോ. അപ്പോൾ പുള്ളിക്കാരി നേരെ വന്ന് എൻ്റെ മടിയിൽ ശരത്തിൻ്റെ ഇരുന്ന പോലെ തന്നെ അത്യാവശ്യം കംഫർട്ടബിളായിട്ടൊക്കെ ഇരുന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. ഞാൻ വിചാരിച്ചില്ലേ ഞാൻ ഇതിനെയൊക്കെ എടുക്കുമെന്ന്. പക്ഷേ ഈ പട്ടിക്കുട്ടി ഭയങ്കര പാവമായിരുന്നു. ആൾക്ക് 2 പേർക്കും 8 മാസമേ ആയിട്ടുള്ളൂ കേട്ടോ പ്രായം. നല്ല കുട്ടികളായിട്ട് തന്നെ കയ്യിലേക്ക് ഇരുന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് വലിയ പേടിയില്ലായിരുന്നു. പിന്നെ പതിയെ കണ്ടോ അവനൊന്ന് എണീറ്റപ്പോഴത്തേക്ക് എനിക്ക് പേടി. അപ്പം തന്നെ ശരത്തിനോട് എടുത്തു. അപ്പോൾ ഇതുവരെ കാര്യങ്ങളൊക്കെ ഒരുവിധം ഓക്കെ ആയിരുന്നു. പക്ഷേ ഇത് എന്നോട് നടക്കില്ല. എനിക്ക് ഭയങ്കര പേടിയുള്ള ഐറ്റംസാണ് ഈ പാമ്പ്, പിന്നെ ഈ കാണുന്ന ഐറ്റം. ഇതിനേക്ക് എനിക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ. അപ്പം നമുക്ക് ഏതെങ്കിലും ഒന്നിനെ എടുക്കാൻ പറ്റും. അപ്പോൾ എനിക്കുള്ള ചാൻസും കൂടെ ഞാൻ അവരുടെ അടുത്ത് ചോദിച്ചിട്ട് ശരത്തിന് മേടിച്ചു കൊടുത്തു. അങ്ങനെ ശരത്ത് ഈ പാമ്പിനെയും പിന്നെ നേരത്തെ കണ്ട ആ ഐറ്റത്തിനെയും എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവിടെ പക്ഷേ നമുക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല. അങ്ങനെ എന്തായാലും നമ്മൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ എൻജോയ് ചെയ്തു. അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ നെക്സ്റ്റ് എന്താ ചെയ്യേണ്ടതെന്ന് ഇങ്ങനെ ആലോചിച്ചത്. നമുക്ക് കുറച്ച് താമസിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ട് തന്നെ അത്ര വലിയ വിശപ്പൊന്നുമില്ലായിരുന്നു. അങ്ങനെ നമ്മൾ ഡിസൈഡ് ചെയ്തു ഓക്കെ എന്തെങ്കിലും ലൈറ്റായിട്ട് എന്തെങ്കിലും ഡ്രിങ്ക്സ് എന്തെങ്കിലും കഴിച്ചിട്ട് അങ്ങനെ വീട്ടിലേക്ക് തിരിച്ചു പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ ഫസ്റ്റ് കയറിയത് ബാവോ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഷോപ്പിലേക്കായിരുന്നു കേട്ടോ. ആക്ച്വലി നമ്മൾ പോയത് എന്തിനാണ് ഡ്രിങ്ക്സ് കുടിക്കാൻ. പക്ഷേ അവിടെ ചെന്നപ്പോഴാണ് ആ സത്യം മനസ്സിലായത്. അവിടെ ഡ്രിങ്ക്സ് എന്ന് പറഞ്ഞിട്ട് ഭയങ്കര വലിയ ഓപ്ഷൻസ് ഒന്നുമില്ല. അവിടെ ഈ ബാവോ ആണുള്ളത്. ബാവോ എന്ന് വെച്ചാൽ കൈൻഡ് ഓഫ് മൊമോസ് പോലെ തന്നെ ഇരിക്കും. പക്ഷേ അത് വന്നിട്ട് ഈസ്റ്റൊക്കെ ചേർത്ത് കുറച്ച് എന്താ പറയുക റേസ്ഡ് ആയിട്ടുള്ള മാവ് വെച്ചിട്ടുണ്ടാക്കുന്ന, അതിനകത്ത് ചിക്കൻ അല്ലെങ്കിൽ വെജിറ്റബിൾ ഫില്ലിങ്സ് ഒക്കെ വെച്ചിട്ടുണ്ടാക്കുന്ന സ്റ്റീം ചെയ്തെടുക്കുന്ന ഒരു ഐറ്റമാണ്. അത് നല്ല ടേസ്റ്റിയാണ്. പക്ഷെ നമുക്കപ്പോൾ വേണ്ടത് എന്തെങ്കിലും കുടിക്കാനായിരുന്നു. അങ്ങനെ നമ്മൾ തൊട്ടടുത്തുള്ള ദ ബോബ ഹൗസിലേക്ക് പോയി. അപ്പോൾ ഞാൻ ഇതുവരെയും ഈ ബോബ ടീ കഴിച്ചിട്ടില്ല അല്ലെങ്കിൽ ബോബ കോഫി കഴിച്ചിട്ടില്ല. അങ്ങനെ ഞങ്ങൾ വിചാരിച്ചു ഓക്കെ എങ്കിൽ പിന്നെ നമുക്ക് നേരെ ബോബ ഹൗസിലേക്ക് കയറിയിട്ട് എന്തെങ്കിലും അവിടെ നിന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നമ്മുടെ ഐറ്റംസ് എത്തിയിട്ടുണ്ടായിരുന്നു. സാരംഗ് ഫസ്റ്റ് തന്നെ ബോബ ടീ മാത്രമായിരുന്നു കോൺസെൻട്രേറ്റ് ചെയ്തത്. അവന് ഒത്തിരി ഇഷ്ടമായി. സാരംഗ് കുടിച്ചു കഴിഞ്ഞിട്ട് പറഞ്ഞു ഇറ്റ്സ് റിയലി നൈസ്. അവൻ ആ ഒരു ബോബ ഇടയ്ക്ക് ചവയ്ക്കാൻ കിട്ടുമ്പോഴേക്കും അതിൻ്റെ ടെക്സ്ചറും ഭയങ്കര നൈസായിരുന്നു കേട്ടോ. ആകെ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളിത് കുടിക്കുമ്പോഴേ ഈ ബോബ ഇടയ്ക്ക് വന്നിട്ട് വേണമെങ്കിൽ ഇങ്ങനെ സ്റ്റക്കായിട്ടിരിക്കും. അപ്പോൾ നമുക്ക് കിട്ടത്തില്ല. പിന്നെ ശക്തമായിട്ട് വലിച്ചാലാണ് നമുക്ക് കിട്ടുന്നത്. അങ്ങനെ ഫൈനലി എനിക്ക് കിട്ടിയിരിക്കുകയാണ്. കഴിച്ചു നോക്കി ഒത്തിരി കണ്ടോ, അതാണ് നമ്മുടെ ബോബ. ഭയങ്കര ടേസ്റ്റാണ്. നമ്മുടെ ടപ്പിയോക്കയില്ലേ കപ്പ, നമ്മുടെ സ്വന്തം കപ്പ മാവ്, അതിൻ്റെ മാവ് കിട്ടും. അത് നന്നായിട്ട് നീഡ് ചെയ്ത് ഉരുളയാക്കി ഒക്കെയാണ് ഈ സംഭവം ഉണ്ടാക്കുന്നതെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. സംഭവം എന്തായാലും കഴിച്ചു. 3 പേരും അത്യാവശ്യം നന്നായിട്ട് തന്നെ ജ്യൂസും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് നേരെ അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് കയറി കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും സായിക്കുട്ടി ഉറങ്ങുന്നതിന് മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇഷ്ടമുള്ളൊരു ജെല്ലി സ്റ്റിക്ക് കിട്ടുന്ന ഒരു കടയുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ എത്തുമ്പോൾ എന്നെ വിളിക്കണം, എനിക്കൊരു ജെല്ലി സ്റ്റിക്ക് മേടിച്ച് തരണേന്ന് ഡാഡിയോട് പറഞ്ഞിട്ടായിരുന്നു പുള്ളി കിടന്നുറങ്ങിയത്. അങ്ങനെ ഡാഡി ആ കടയിൽ എത്തിയപ്പോൾ തന്നെ അവിടെ ഇറങ്ങി ആ ജെല്ലി സ്റ്റിക്ക് മേടിച്ച് കൂടെ തന്നെ ഞാൻ പറഞ്ഞു അവിടെ നല്ല ചൂട് വാഴയ്ക്കപ്പം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. നല്ല അടിപൊളി വാഴയ്ക്കപ്പം കേട്ടോ. അപ്പോൾ അതിനകത്തുനിന്നും മേടിച്ചുകൊണ്ട് വന്നു, ഒരു 4-5 എണ്ണം മേടിച്ചുകൊണ്ട് വന്നു. അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഈ ഒരു സൺഡേ സ്പെഷ്യൽ ട്രിപ്പ് അവസാനിച്ചിരിക്കുകയാണ്. അത് മേടിച്ചിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് വന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു ദിസ് ചാനൽ. See you on the next video. Bye bye.